നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ഇന്ന് നിർണായകം. സംസ്ഥാനത്തിനകത്തും പുറത്തും രാഹുലിനെ പോലീസ് തെരയുന്നതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം കേസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കാൻ സാധ്യതയേറെയാണ്. ഇതോടെ പെട്ടത് കോൺഗ്രസ് ആണ്. തെരഞ്ഞെടുപ്പ് അടുക്കും മുൻപ് എത്രയും വേഗം രാഹുലിനെ പുറത്താക്കി തടി തപ്പാനാണ് കോൺഗ്രസിന്റെ നീക്കം. ജാമ്യാപേക്ഷയിലെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അഭിഭാഷകനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അനുവദിക്കണോ എന്നതിലാകും ആദ്യവാദം. തനിക്കെതിരായ പരാതിയിലെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാദം. പീഡന ആരോപണവും ഗർഭചിത്രവും നടത്തിയെന്ന പരാതിയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ നിരസിച്ചിട്ടുണ്ട്. ഇതിനായി ഡിജിറ്റൽ തെളിവുകളും രാഹുൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇതിനോടകം രാഹുലിനെതിരെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പാലക്കാടും തിരുവനന്തപുരത്തും വിശദ അന്വേഷണം പ്രത്യേക സംഘം നടത്തിയിരുന്നു. ഇന്നലെ ഒളിവിലുള്ള രാഹുലിനെ തേടി പോലീസ് സംഘം കർണാടക തമിഴ്നാട് അതിർത്തിയിൽ എത്തിയെങ്കിലും രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഈ ബാഗലൂരിലെ റിസോർട്ടിലാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുലിനായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം വീണ്ടും ലൈംഗിക പീഡന പരാതി ഉയർന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ്. വീണ്ടും പരാതികൾ ഉയർന്നതോടുകൂടി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാണ്. നേതാക്കൾ കൂടിയാലോചന നടത്തി ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ സസ്പെൻഷനിലാണ് രാഹുൽ. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതേസമയം എംഎൽഎ സ്ഥാനം രാജിവെപ്പിക്കാൻ സാങ്കേതിക പരിമിതികൾ ഉണ്ടെന്ന് നേതൃത്വം പറയുന്നു. സമാനമായ കേസുകളിൽ ഉൾപ്പെട്ട എംഎൽഎമാർ പദവിയിൽ തുടരുന്നതും പ്രശ്നമാണ്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലായതിനാൽ രാജി നിർദ്ദേശം രാഹുൽ അംഗീകരിക്കണമെന്നും ഇല്ല. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിൽ റിമാൻഡിലായ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോൾ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരവും ജയിലിൽ തുടരുകയാണ്. ഡോക്ടർമാർ രാഹുലിനെ പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. പരാതിക്കാരിയുടെ പേരോ വിവരങ്ങളോ പരസ്യപ്പെടുത്തിയിട്ടില്ലെന്നും വാദമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ പുതിയ പരാതിയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരുന്നു. കെപിസിസി പ്രസിഡന്റ് പരാതി ഉടൻ ഡിജിപിക്ക് കൈമാറുകയും ചെയ്തു. ഇതിനേക്കാൾ മാതൃകാപരമായി ഒരു പാർട്ടി എങ്ങനെ ചെയ്യുമെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. സിപിഎം പാർട്ടി സെക്രട്ടറിക്ക് മുൻപ് കിട്ടിയ പരാതികൾ പോലീസിൽ പോലും എത്തിയിട്ടില്ലെന്നും പീഡന പരാതികൾ സിപിഎമ്മിനുള്ളിൽ തീർത്ത ചരിത്രമാണുള്ളതെന്നും സതീശൻ വിമർശിച്ചു. കോൺഗ്രസ് തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിലപാടെടുക്കാത്ത ഒരു പാർട്ടിയും കേരളത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും രാഹുലിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസുകാർ ആരും ഇറങ്ങിയിട്ടില്ല. പരാതിയിൽ പോലീസ് അന്വേഷിച്ച നടപടി സ്വീകരിക്കട്ടെ എന്നും സതീശൻ പ്രതികരിച്ചു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് യുവതിയുടെ പരാതി. സോണിയാഗാന്ധിക്കും കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിനുമാണ് കേരളത്തിന് പുറത്തു താമസിക്കുന്ന 23-കാരി ഇമെയിൽ വഴി പരാതി നൽകിയത്. ഒരു പരാതിയും രാഹുലിനെതിരെ കിട്ടിയിട്ടില്ല എന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് ശരിയല്ലെന്ന് കാണിച്ചാണ് യുവതിയുടെ ഇമെയിൽ. ക്രൈംബ്രാഞ്ചും തന്നിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്ന് യുവതി പറയുന്നു. മേൽവിലാസമില്ലാത്ത പരാതി കെപിസിസി നേതൃത്വം പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. രണ്ടാമതൊരു പരാതി കൂടി വന്നതോടുകൂടി കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്നും അടച്ചിട്ട മുറിയിലേക്ക് ഇന്ന് രാഹുൽ ഉടൻ തന്നെ എത്തുമെന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഒക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ബലാത്സംഗ പരാതിയിൽ പ്രതികരണവുമായി സുഹൃത്ത് ഫെനി നൈനാനും രംഗത്തെത്തി. പരാതി പച്ചക്കള്ളമാണെന്നും പിന്നിൽ ഗൂഢാലോചനയെന്നും ഫെനി വ്യക്തമാക്കി. പരാതി പറഞ്ഞ വ്യക്തിയെ അറിയില്ല, ഇങ്ങനെയൊരാളെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, അറിയുകയുമില്ല. ഡിജിപിക്ക് പരാതി നൽകി കഴിഞ്ഞു, ഉടൻ നിയമ നടപടിയും സ്വീകരിക്കും. പ്രചരണം നിർത്തി എന്നത് വ്യാജ പ്രചാരണമാണ്. ഇപ്പോഴും എപ്പോഴും വീട് കയറി വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണെന്നും ഫെനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയാണ് ഫെനി നൈനാൻ. ഇന്നലെയാണ് മറ്റൊരു യുവതി കൂടി ബലാത്സംഗ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. ഹോം സ്റ്റേ പോലെ ഒരു കെട്ടിടത്തിൽ എത്തിച്ചെന്നും കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും ഫെനിയാണെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് പീഡിപ്പിച്ചത്. രാഹുൽ ലൈംഗിക വേട്ടക്കാരനാണെന്നും യുവതി പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ക്രൂരമായി പീഡിപ്പിച്ചത് കാണിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പുതിയ പരാതി എത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് യുവതിയുടെ പരാതി.
രണ്ടാമതൊരു പരാതി കൂടി വന്നതോടുകൂടി കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി. കൂടുതൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു. രാഹുലിനെതിരെ ഗുരുതര പരാതിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉച്ചയോടെ എത്തിയത്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23 വയസ്സുകാരിയാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത്.